എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ ഉപരി മ്യൂസിക്കായിരുന്നു സ്വപ്നം. കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് കൂട്ടരെ, എവ്രി മ്യൂസിക് ആസ് എൻ ഇമോഷൻ. പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാല. ഓരോ ആക്ടേഴ്സിനും ഓരോ ടേസ്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. സോ ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് ഐ ലിസൺ ടു ദം. പാർട്ടിക്ക് വേണ്ടിയല്ല അത് ചെയ്തെങ്കിലും ദാറ്റ് ഇസ് വെൻ ഐ ഗോട്ട് ദാറ്റ് ഫീൽ ദാറ്റ് ഓ, ഇത്ര പേരുടെ അടുത്തേക്ക് പാട്ടെത്തുമ്പോഴുള്ള ഒരു നമുക്കൊരു ഹിറ്റ് കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് ആദ്യമായിട്ട് അനുഭവിച്ചത് പാതയോരം. സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പം നമ്മുടെ റാപ്പേഴ്സ് വേടൻ്റെ അടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഡാബ്സി, എല്ലാവരും ആരെ എടുത്ത് നോക്കിയാലും. ഒരിക്കലും സുഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ജാഡ സോങ് എന്തുകൊണ്ട് ബാസി എന്ന് വെച്ചപ്പോൾ ബാസിയുടെ ജാഡ ഭയങ്കര മേ ബി എല്ലാവരും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്ലി ആവണമെന്നില്ല. ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തതല്ല. ഞാൻ മലയാളത്തിൽ പടങ്ങൾ ഇപ്പോൾ 12 കൊല്ലത്തിന് ശേഷമാണ് മലയാളത്തിലൊരു സിനിമ ചെയ്യണം. അതിനിടയിൽ ഞാൻ വന്ന് ചെയ്തായിരുന്നു പാതയോരം. കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ. താങ്ക് യു ടു ദ ഓഡിയൻസ്. പ്ലീസ് ഡു വാച്ച് ആസാദി ഇൻ തിയേറ്റേഴ്സ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള വരുൺ ഉണ്ണിയാണ്. സോ നമസ്കാരം. നമസ്കാരം. ഈ ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. മലയാളം മ്യൂസിക് ഡയറക്ടറാണ് ഏറ്റവും ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് പാതയോരങ്ങളെ ഭൂതകാലങ്ങളായിരുന്നു. അത് വരുണ ചെയ്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയാത്തവരുണ്ട്. ശരിക്കും അത് അന്ന് ചെയ്യുമ്പോഴുള്ളൊരു ഇമ്പാക്റ്റ് എന്തായിരുന്നു ശരിക്കും? അത് ഇപ്പോഴും ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളൊരു ലിറിക്സ് ഉണ്ട് അതിന്. സോങ് വൈസ് സെലിബ്രേറ്റഡ് ആണ് ഒരു സൈഡിൽ. അതെ അതെ അതെ. ഈ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ ഒരു രസകരമായൊരു ഒരു ക്രിയേഷനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക്. കാരണം അതൊരു പെർട്ടിക്കുലർ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത സോങ് അല്ല. അതൊരു വെബ് സീരീസിന് വേണ്ടി ചെയ്തതായിരുന്നു. ബട്ട് ആ വെബ് സീരീസിൻ്റെ ടൈറ്റിൽ സോങ് ആയിരുന്നു. പക്ഷേ ആ വെബ് സീരീസ് വാസ് ബേസ്ഡ് ഓൺ ഒരു അങ്ങനത്തെ ഒരു പാർട്ടി ബേസ്ഡ് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിനൊരു ടൈറ്റിൽ സോങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണ ഒരു പീസായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും കണ്ണൂർ മലബാർ സൈഡിൽ, കണ്ണൂർ സൈഡ് സ്പെസിഫിക്കലി ഈ ഒരു സ്ലോഗൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സ്ലോഗൻസ് ഇങ്ങനെ കേട്ട് നോക്കിയപ്പോൾ ഈ ഒരു സ്ലോഗൻ പ്രത്യേകം എനിക്ക് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നി. അത് ഭയങ്കര ലിറിക്കൽ വാല്യൂ ഉള്ളൊരു പാതയോരങ്ങളെ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ആ ലിറിക്ക് ഞാൻ ഇടും. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചു ആരാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയത് എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരാൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ നമ്മുടെ ആ ടീം മൊത്തം അവിടെ ആ സൈഡിൽ അന്വേഷിച്ചിരുന്നു. അപ്പം അത് പണ്ടത്തെ ഒരു ആരോ സ്ലോഗനാണ്. അത് ആരാണ് എന്താണ് അവർക്ക് പാർട്ടിക്കാർക്കും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അതെടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റായത് നേരെ വേറെ വഴിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ആ ഒരു വെബ് സീരീസ്. പക്ഷേ അത് ഇറങ്ങി പാട്ട് റിലീസ് ചെയ്തു. പാട്ടിന് ഭയങ്കര വ്യൂസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഈ ഹിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ആദ്യത്തെ ഒരു ഫീല് കിട്ടുന്നത്, നമ്മളൊരു പാട്ട് ചെയ്തു അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഹിറ്റായി എന്നുള്ള ഫീല് കിട്ടുന്നത് പാതയോരങ്ങളെല്ലാം. നമ്മൾ വേറെ പല ആൾക്കാരും പല സൈഡിൽ നിന്നും, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും, ഈവൺ ദുബായിൽ നിന്നും UAE എന്നൊക്കെ പല സ്ഥലത്തുനിന്നും വീഡിയോസ് ആൾക്കാർ പാടി അയക്കുന്നു. അവർ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചെറിയ പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഈ പാട്ട് പാടുന്നു. ഇതൊക്കെ എനിക്ക് പല സൈഡിൽ നിന്നും ആൾക്കാർ അയക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും നമ്മളത് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്തില്ല. ഞാൻ എന്നുള്ള ആളാണ് ചെയ്തേക്കണേ എന്നുള്ളതൊന്നും മാർക്കറ്റ് ചെയ്തില്ല. ബട്ട് ദാറ്റ് ഇസ് വെൻ ഐ ഗോട്ട് ദാറ്റ് ഫീൽ ദാറ്റ് ഓ, ഇത്ര പേരുടെ അടുത്തേക്ക് പാട്ടെത്തുമ്പോഴുള്ള നമുക്കൊരു ഹിറ്റ് കിട്ടുന്നൊരു ഫീൽ എനിക്ക് ആദ്യമായിട്ട് അനുഭവിച്ചത് പാതയോരങ്ങളിൽ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടിയല്ല അത് ചെയ്തെങ്കിലും അത് പാർട്ടിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോരോ ഈ പറഞ്ഞ സമ്മേളനങ്ങൾ വരുമ്പോഴൊക്കെ പാർട്ടി. അപ്പോൾ അതേ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഇങ്ങനെ ഞാനിത് പാർട്ടിക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ട് എപ്പോഴും വരാറുണ്ടോ? മേ ബി അതൊരു ഗുഡ് തിങ് ആയിരിക്കാം. അത് അങ്ങനെ ഒരു റിലീസ് ചെയ്യാൻ പറ്റിയതും അത് അങ്ങനെ പാർട്ടിക്കാർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത് കേട്ടോ. അത് പാർട്ടിക്കാരനെ പ്രൊമോട്ട് ചെയ്ത് പല ഗ്രൂപ്പുകൾ വഴിയും എല്ലാം സ്ഥലത്ത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചത് പാർട്ടിക്കാർ തന്നെയാണ്. സോ മേ ബി ഇൻ എ വേ അത് ഗുണം ചെയ്തിട്ടുണ്ടാവാം. കാരണം പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അതിപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് അഗൈൻ അത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് വെരി ഗ്രേറ്റ്ഫുൾ. ഈ സോഷ്യൽ ഇമ്പാക്റ്റും കൂടെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ആ ലിറിക്സിന്റെയും അല്ലെങ്കിൽ അത് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങള്. അപ്പൊ സ്വന്തമായി രാഷ്ട്രീയം ഇല്ലെങ്കിലും നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ കൂടെ ഭാഗമാണല്ലോ. അപ്പൊ കൂടെയുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ അങ്ങനെ സംസാരിക്കാറുണ്ടോ ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട്?
അങ്ങനെ വലുതായിട്ട് ഉണ്ടാവാറില്ല. പക്ഷേ അഗെയിൻ സോഷ്യൽ ഇമ്പാക്റ്റ് ഒരു ഫാക്ടറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പം നമ്മുടെ റാപ്പേഴ്സ് വേടൻ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഡാബ്സി എല്ലാവരും ആരെ എടുത്ത് നോക്കിയാലും ഫെജോ ഒക്കെ എടുത്ത് നോക്കിയാലും അവരെല്ലാവരും എഴുതുന്ന വാക്കുകളിലേക്കാണ് ആൾക്കാരുടെ ഫോക്കസ് തന്നെ. ഐ തിങ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പാട്ടുകൾ ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് തന്നെയാണ് പാതയോരങ്ങളിലും സംഭവിച്ചത്. കാരണം വെച്ചാൽ അതിനകത്ത് വാക്കുകളും എല്ലാ ആൾക്കാരെ കണക്ട് ചെയ്യും. അപ്പോൾ മാത്രമല്ല ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യായിരുന്നു കേരളത്തിൻ മക്കളെ കേളി കേട്ട മക്കളെ എന്ന് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങുന്നത് തന്നെ. പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പള്ളിയല്ല പണിയണം പള്ളിക്കൂടം. അപ്പോൾ ഇറ്റ് ഇസ് ഡയറക്ട്ലി അഡ്രസ്സിങ് നമ്മൾ ആ ഒരു ഇഷ്യൂവിനെയും ആൾക്കാരുടെ അടുത്ത് പറയണത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്കറിയാം എന്നുള്ളത്. അപ്പോൾ എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു പോയിന്റ്. അതുപോലെ കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് കൂട്ടരെ എന്നൊക്കെ അതിനകത്ത് സെക്കൻഡ് വേഴ്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശന്നിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് മക്കളെ. അപ്പോൾ അതൊരു സെക്യുലറിസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആ പാട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് ആൾക്കാരായിട്ട് കണക്റ്റായി. സോ അഗെയിൻ ആ സോഷ്യൽ ഇമ്പാക്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ദ ഗുഡ്. കാരണം അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരിക്കും മേ ബി ആ പാട്ടിന് ഇത്രയും റീച്ച് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോഴാണ് ഇറങ്ങണമെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ വേറെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് മേ ബി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ആ കോവിഡിൻ്റെ ടൈമിലാണ്. അത് കഴിഞ്ഞ ഉടനെ വന്ന ഇലക്ഷനാണ് ഇത് ഒന്ന് കയറി കൊളുത്തിയത്. അപ്പോൾ ആ സമയത്തൊന്നും അത്രയ്ക്കും കൂടെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ പക്ഷെ അങ്ങനെ കയറി ഈ റാപ്പ് കൾച്ചറും റീൽ കൾച്ചറുകൾ റീൽ കൾച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല, റാപ്പ് കൾച്ചറും ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ തിങ്ക് ഇപ്പോഴായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതായേനെ. ബട്ട് അഗൈൻ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഇപ്പൊ അതും പക്ഷെ അതിനും ഒരുപാട് മുമ്പ് സിനിമകൾ ചെയ്യണേ. അപ്പോൾ ശരിക്കും അന്നും ഇപ്പം ചെറുപ്പത്തിലൊക്കെ സിനിമ തന്നെയായിരുന്നു ഒരു സ്വപ്നം ആയിട്ടുണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ ഉപരി മ്യൂസിക്കായിരുന്നു സ്വപ്നം. ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കും മുതൽ കർണാട്ടിക് മ്യൂസിക്കാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ട് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വെസ്റ്റേണിലോട്ട് പതുക്കെ ഷിഫ്റ്റായി. ഞാൻ ഒരുവിധം എനിക്ക് തോന്നുന്നു കേരളത്തിലും അടുത്ത സൗത്തിലുള്ള ഒരുവിധം ഹോട്ടൽസിൽ ഞാൻ പാടാൻ പോകാറുണ്ടായിരുന്നു. എൻ്റെ കോളേജ് കാലഘട്ടം വെസ്റ്റേൺ മ്യൂസിക്കിൽ ആയിരുന്നു. ഒരുപാട് ഹോട്ടൽ ഇവിടെയുള്ള കൊച്ചിയിലുള്ള ഒരുപാട് ഹോട്ടൽസിൽ ഞാൻ വൈകുന്നേരം ഒരു 8 to 10 അവിടെ ചെന്ന് പാടുമായിരുന്നു. അപ്പോൾ എന്നെ വെസ്റ്റേൺ മ്യൂസിക്കിൽ കൊണ്ടുവന്ന മണിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ പതുക്കെ കർണാട്ടിക് മ്യൂസിക് നീ ഇതും കൂടി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും കൂടി കൊണ്ടുവന്ന് കുറേ ഷോസിനൊക്കെ കൊണ്ടുപോയി ഭയങ്കര എക്സ്പോഷർ കിട്ടി എനിക്ക്. അപ്പോൾ മ്യൂസിക്കിൽ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഫിലിംസ് വന്നത് കമ്പോസിങ് എന്നുള്ള സ്റ്റേജിൽ വന്നത് കുറച്ചുകൂടിയും കോളേജിൻ്റെ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പാട്ടുകൾ, ചെറിയ ചെറിയ പാട്ടുകൾ കമ്പോസ് ചെയ്യും, കുറച്ച് രാഗമൊക്കെ എടുത്ത് നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ ഒരു ലിറിക്ക്. എൻ്റെ സ്കൂളിലുള്ള മാഷന്മാരുണ്ട്, സുധാര മാഷ്, അരുൺകുമാർ, കുറച്ച് മാഷന്മാരുണ്ടായിരുന്നു പാട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്നെ ഓരോ ലിറിക്ക് എടുത്ത് നീ ഒന്ന് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തരുമായിരുന്നു. പക്ഷെ അന്ന് നമ്മളതൊരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് വിടുന്നു എന്നുള്ള. പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ കോളേജിൽ ഞാൻ ആദിശങ്കര കോളേജ് കാലടിയിലാണ് പഠിച്ചത് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് ആ സമയത്ത് അവിടുത്തെ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു മേ ബി പ്രൊഫഷണലി ഒരു പ്രൊഡ്യൂസ് ചെയ്തൊരു സോങ്. അതിന് മുമ്പ് ആൽബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നടന്നിട്ടുണ്ട്. പക്ഷേ അതായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സോങ്ങാണ് അവിടെ ടൈറ്റിൽ സോങ് ആയിട്ട് ഇപ്പോഴും കോളേജിൽ പ്ലേ ചെയ്യുന്നത്. അതെ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു കമ്പോസിങ് ഒന്ന് സീരിയസ് ആക്കി എടുത്താലോ എന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ സിനിമകളുടെ പുറകെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ സിനിമയിലുള്ള കമ്പോസിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. സിറ്റുവേഷൻ ബേസ്ഡും കഥ ബേസ്ഡും സീനിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇനീഷ്യലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു തുടക്കം. പിന്നെ നമുക്ക് മനസ്സിലായി അത് ആ ഇമോഷൻ പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് എന്നുള്ളത്. എവ്രി മ്യൂസിക് ആസ് എൻ ഇമോഷൻ. സോ ആ ഇമോഷൻ മൂവിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂവിയുടെ ഇമോഷൻ മനസ്സിലാക്കി നമുക്ക് മ്യൂസിക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക് എന്നുള്ള ഒരു പോയിന്റിലോട്ട് എത്തി. അങ്ങനെയാണ് മ്യൂസിക് എസ്കേപ്പ് ഫ്രം ഉഗാണ്ട ആണല്ലോ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഇതിനു മുമ്പത്തെ ഏറ്റവും വലിയൊരു സിനിമ എന്ന് പറയുന്നത്. ശരിക്കും മലയാളത്തില് ശരിക്കും പറഞ്ഞാൽ അതും ആ സമയത്താണെങ്കിലും അതിന്റെ സൗണ്ട് ഡിസൈനും അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് സ്റ്റാൻഡേർഡ്സ് വേറെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു റൊമാൻറ്റിക് ട്രാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, എസ്കേപ്പ് ട്രാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എങ്ങനെ അതൊക്കെ ഇവഞ്ച്വലി സംഭവിച്ചതാണോ? എസ്കേപ്പ് ഫ്രം യുഗാണ്ട എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് യുഗാണ്ട എന്നുള്ള രാജ്യമാണ്. അത് ബേസിക്കലി ആഫ്രിക്കൻ മ്യൂസിക്കിനോട് എനിക്ക് അന്ന് ഭയങ്കര താല്പര്യം വന്ന ഒരു സമയമാണ്. ഇന്നും അതെ കേട്ടോ. കാരണം അവരുടെ ഒരു ഗ്രൂവി കൾച്ചറാണ്. അവർ ആ ഒരു ഫാക്ടർ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ പെർക്കസീവ് ആയിട്ടുള്ള കുറേ അങ്ങനെ ഇതുണ്ട്. അപ്പോൾ
ആ സമയത്ത് ഈ ആഫ്രിക്കൻ മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് എസ്കേപ്പ് ഫ്രം യുഗാണ്ട എന്നുള്ളൊരു പടം എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഷോർട്ട് ഫുള്ളി ഇൻ യുഗാണ്ട. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ മ്യൂസിക് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ആഫ്രിക്കയിൽ പോകാൻ പറ്റി. എന്നിട്ട് യുഗാണ്ടയിലുള്ള മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ആ പടം. അപ്പോൾ എനിക്ക് ആ പടത്തിൽ ഭയങ്കര കാരണം വെച്ചാൽ അത് ആ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഇങ്ങനെയുള്ള ഒരു ഇൻ്റർനാഷണൽ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരുവിധം ടോപ്പ് സിംഗേഴ്സിനെ പാടിപ്പിക്കാൻ പറ്റി അവിടെ. ഈ പടം അവിടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അവിടുത്തെ മ്യൂസീഷ്യൻസിൻ്റെ വർക്ക് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യം എസ്കേപ്പിൽ ചെയ്യാൻ പറ്റി. സോ അത് കാരണം എനിക്ക് തോന്നുന്നു എസ്കേപ്പ് ഫ്രം യുഗാണ്ട വാസ് എ വെരി എന്താ പറയുക, ഫിലിം മ്യൂസിക്കിലോട്ട് ഞാൻ വന്നപ്പോഴുള്ള ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഒരു വർക്കാണ്. മേ ബി ഇറ്റ് സോളിഡിഫൈഡ് മൈ സ്പേസ്. നീ ഇത് തന്നെ ചെയ്താൽ മതി എന്നെ തന്നെ ഉറപ്പിച്ചൊരു പടമാണ് എസ്കേപ്പ്. പിന്നെ ഒരുപാട് വർഷങ്ങളെടുത്തു ആസാദി വീണ്ടും വരാൻ വേണ്ടിയിട്ട്. ശരിക്കും ആസാദി സെലക്ട് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തതല്ല. ഞാൻ മലയാളത്തിൽ പടങ്ങൾ ഇപ്പോൾ 12 കൊല്ലത്തിന് ശേഷമാണ് മലയാളത്തിലൊരു സിനിമ ചെയ്യണം. അതിനിടയിൽ ഞാൻ വന്ന് ചെയ്തായിരുന്നു പാതയോരങ്ങളെ. അപ്പോൾ ഞാൻ ആസാദിയുടെ പ്രൊഡ്യൂസർ ഫൈസൽ രാജ എൻ്റെ ഭയങ്കര ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫിലിം ഡിസ്കഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടടാ, നീ ഒന്ന് വന്ന് കഥ കേൾക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റൈറ്റർ സാഗറും ഡയറക്ടർ ജോ ജോർജ് രണ്ടുപേരും കൂടെ എനിക്ക് കഥ നറേറ്റ് ചെയ്ത് തന്നു. കഥ നറേറ്റ് ചെയ്ത് തന്നപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലുള്ള മേജറായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഞാനിതുവരെ മലയാളത്തിൽ സ്റ്റോറി വൈസ് കേൾക്കാത്ത കുറേ സാധനങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന വഴിയല്ല കഥ സഞ്ചരിക്കുന്നത്. കഥ സഞ്ചരിച്ച് വേറെ റൂട്ടിലോട്ട് പോകും. ഇതെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇത്ര കൊല്ലത്തിന് ശേഷം ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ആസാദിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്ര വർഷത്തിനിടയ്ക്ക് സിനിമ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര താരതമ്യേന ഭയങ്കര കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ അടുത്തടുത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. ശരിക്കും അങ്ങനെ കോമ്പറ്റേറ്റീവ് ആകത്താണോ അതോ വൺ പ്രൊജക്റ്റ് അറ്റ് എ ടൈം, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്യിക്കണം, എന്നെ ഫാസിനേറ്റ് ചെയ്യിക്കണം എന്നൊരു തോട്ട് ഉണ്ടാവും? അതാ എനിക്ക് ഏറ്റവും മേജർ ഫാക്ട്. ആഫ്റ്റർ എസ്കേപ്പ് ഫ്രം യുഗാണ്ട മലയാളത്തിൽ പടം ഒരുപാട് ചെറിയ പടങ്ങളും വർക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അഗൈൻ അതായിരുന്നു എൻ്റെ തോട്ട്. ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രൊജക്റ്റ്, അത് എന്നെ ഫാസിനേറ്റ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും മ്യൂസിക്കലി ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റ്. എനിക്ക് പ്രോജക്റ്റിൻ്റെ വലിപ്പം ചെറുതോ വലുതോ എന്നുള്ളതല്ല, ബട്ട് അത് മ്യൂസിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നമ്പർ 1 ഫാക്ടർ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വേറെ ആരും വിളിച്ചില്ല മലയാളത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് കന്നഡയിൽ ഞാൻ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ തമിഴ് ഡെബ്യൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ആസാദി വരുന്നത്. അപ്പോൾ ആസാദി വന്നു കഴിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഫാസിനേഷൻ തോന്നി. കാരണം ഐ ഫെൽറ്റ് ദാറ്റ് ഇതിൽ മ്യൂസിക്കലി എനിക്ക് എന്തോ ചെയ്യാനുണ്ട്, അതുപോലെ എനിക്ക് ആ മ്യൂസിക്കലി പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആസാദി നമ്മളങ്ങോട്ട് സെലക്ട് ചെയ്യണം. മലയാളത്തിലാണല്ലോ മ്യൂസിക് പഠിച്ചതും അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ കന്നഡയിലും തമിഴിലൊക്കെ എങ്ങനെ ആ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി ശരിക്കും? ഡെഫിനറ്റ്ലി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിൽ നിന്ന് തുടങ്ങിയെങ്കിലും കൂടുതൽ വർക്ക് ചെയ്തേക്കണ പുറത്തത്തെ ഇൻഡസ്ട്രിയും പുറത്തത്തെ ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയിൽ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അവർ ഈ ടാലൻ്റ് ഉള്ള ആൾക്കാരെ കുറച്ചുകൂടി അവർ മുമ്പോട്ട് കൊണ്ടുവരും. പ്രത്യേകിച്ച് മലയാളികളോട് ഭയങ്കര ബഹുമാനമാണ്. അത് ഏത് ഇൻഡസ്ട്രി പോലെ തെലുഗു, കന്നഡ, തമിഴ് അല്ലെങ്കിൽ ഏതും പോയി കഴിഞ്ഞാൽ മലയാളികളോടൊരു പ്രത്യേക ബഹുമാനമുണ്ട്. കാരണം അവർക്കറിയാം ഇവിടെ നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു മിനിമം ടാലൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മിനിമം എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു അവർക്കൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കന്നഡയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ലാംഗ്വേജ്, എനിക്ക് കന്നഡ അറിയില്ലായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവരുടെ ഭയങ്കര ഡിഫറൻസ് ആണ്. കന്നഡയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എല്ലാവരും കുറച്ചുകൂടി എക്സ്പ്രസീവാണ്. മലയാളികൾ കുറച്ചുകൂടി സട്ടിലാണ്. ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ചില ഇമോഷൻസ് നമ്മൾ ഓവറായിട്ട് കാണിക്കണമില്ല. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ ഓവറായിട്ട് കാണിക്കണം. അതാണ് അവിടുത്തെ ഓഡിയൻസിന് വേണ്ടത്.
തമിഴിലാണെങ്കിലും തമിഴിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. കന്നഡയും തമിഴും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. തമിഴിൽ തമിഴിൻ്റേതായിട്ടുള്ള രീതിയിലുണ്ട്. മലയാളത്തിനെ പോലെ തന്നെ അല്ല തമിഴ്, വേറെ രീതിയിലാണ്. തമിഴിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് കൾച്ചറും എല്ലാം വ്യത്യാസമുണ്ട്. അവിടുത്തെ ആർട്ടിസ്റ്റുകളും എല്ലാവരും വ്യത്യാസമുണ്ട്. തെലുഗുവിൽ ഞാൻ വർക്ക് ചെയ്തു. തെലുഗുവിൽ എൻ്റെ ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലുഗു ഇസ് ടോട്ടലി ഇതൊന്നും അല്ല തെലുഗു. തെലുഗു ഇസ് വെരി പ്രൊഫഷണൽ. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് തെലുഗുവിൽ. അവർ എല്ലാം ഓൺ ദ ഡോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുമാത്രമല്ല അവർക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഓരോ ടീം, എല്ലാം ഞാൻ തന്നെ പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് മാനേജർമാരുണ്ട്. അത് ഈവൻ തമിഴിലുണ്ട് മാനേജർമാരുണ്ട്. അവർ ദേ വിൽ ടേക്ക് കെയർ. വി ജസ്റ്റ് ഹാവ് ടു ഡു കോൺസെൻട്രേറ്റ് ഓൺ ആർ വർക്ക് ആൻഡ് ആർ ക്രിയേറ്റിവിറ്റി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം അവർ ചെയ്തോളുന്നുള്ളത്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ ഡിഫറൻസ്. ബട്ട് എല്ലാ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. പക്ഷേ ഞാനൊരു സ്വിച്ചർ ആവണമെന്ന് മാത്രം. ഞാൻ അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ടി വരും. കന്നഡയിൽ വർക്ക് ചെയ്യുമ്പോൾ കന്നഡ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽ കൊടുക്കണം. തമിഴിൽ വരുമ്പോൾ തമിഴിൻ്റെ ഓഡിയൻസിനുള്ള ഫീൽ കൊടുക്കണം. മലയാളത്തിൽ വരുമ്പോൾ മലയാളികളുള്ള ഫീൽ കൊടുക്കണം. അതാണ് ഒരു ചാലഞ്ച്. ബട്ട് ഐ ലൈക്ക് ദറ്റ് ചാലഞ്ച് ബിക്കോസ് എനിക്കത് ഒരേപോലെ നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മലയാളത്തിലാകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് മാത്രം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എനിക്ക്. മറ്റത് അങ്ങനെയല്ല, ഓരോ ടൈപ്പ് ഓഡിയൻസാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സാധനം ഞാൻ അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവണമെന്നില്ല. വൈസ് വേഴ്സ തിരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം ഭയങ്കര എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ലീഡ് പ്രോഗ്രാമർ അശ്വിൻ ശിവദാസ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്രോഗ്രാമറാണ്. കേരളത്തിൽ തന്നെ വർഷങ്ങളായിട്ട് ലജ്ജാവതി എന്നുള്ള സോങ് മുതലല്ല അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ലജ്ജാവതിയാണ് ഏറ്റവും ഹിറ്റാക്കിയത്. അപ്പോൾ ഇങ്ങേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന, അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും ഗിറ്റാറിസ്റ്റുകൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഐ ഡോണ്ട് കീപ് ചേഞ്ചിങ് അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഇസ് ദാറ്റ്. ഇപ്പോൾ ഒരാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു ആർട്ടിസ്റ്റിലോട്ടോ വേറൊരു ടെക്നീഷ്യനിലോട്ടോ പോവുള്ളൂ. അപ്പോൾ എൻ്റെ സൗണ്ട് എൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ആർട്ടിസ്റ്റുകളെല്ലാം എന്ത് ഡെലിവറി ചെയ്യുന്നത് എനിക്ക് വളരെ നല്ലോണം അറിയാം. അവരെല്ലാവരും പ്രൊഫഷണൽസാണ്. സോ അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഫാക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്നെ നല്ലോണം അറിയാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സോങ് അല്ലെങ്കിൽ ഒരു സ്കോറ്, ഓക്കെ ഇവന് വേണ്ടത് ഇതാണ് അല്ലെങ്കിൽ ഇവൻ ഉദ്ദേശിക്കുന്നത് ഇതാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ഫാക്ടർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൾട്ടി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആ ഇൻഡസ്ട്രിയിൽ ഓരോ ടെക്നീഷ്യൻസിൻ്റെ കൂടെ പോകുമ്പോൾ മേ ബി എനിക്ക് വേണ്ടത് കിട്ടണം എന്നില്ല. അപ്പോൾ മേ ബി ആ ഒരു കൺസിസ്റ്റൻ്റ് അപ്രോച്ച് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും എനിക്ക് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ പറ്റും. ഈ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു മ്യൂസിക് പെർസ്പെക്റ്റീവ് ഒക്കെ അറിയാൻ പറ്റാറുണ്ടോ? ഓ അയ്യോ പിന്നെ തീർച്ചയായും. എനിക്ക് ഏറ്റവും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ബാസിയുടെ കൂടെ തന്നെയാണ്. ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് രാവിലെ മുതൽ ഈ ഏകദേശം രാത്രി വരെ ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ. അപ്പോൾ ഭയങ്കര സിങ്കാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ അങ്ങേരുടെ മ്യൂസിക്കൽ തോട്ട്സും മ്യൂസിക്കൽ ഐഡിയാസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് അത് എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേൾപ്പിക്കുമായിരുന്നു. ഞാനുണ്ട്, ഡയറക്ടറുണ്ട്, ഞങ്ങളിരുന്നിങ്ങനെ കേൾക്കുമായിരുന്നു പുള്ളിയുടെ മ്യൂസിക്കൽ തോട്ട്സും മ്യൂസിക്കൽ ഐഡിയാസും. അതിലെത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. ബട്ട് അഗെയിൻ അത് പുള്ളിയുടെ തോട്ടുകളായിട്ടുള്ള ഡിസ്കഷൻ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആണ്. കാരണം ഇങ്ങനത്തെ കുറേ ജോണറുകൾ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെൽജിയം മ്യൂസിക് അല്ലെങ്കിൽ അവിടെയുള്ള ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് കേൾക്കുന്ന ഒരു ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബാസ് ഈസ് വെരി വെരി അപ്ഡേറ്റഡ് വിത്ത് മ്യൂസിക്. ഇന്റർനാഷണൽ മ്യൂസിക് പുള്ളി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു മേക്ക് മ്യൂസിക് ഇൻ ദാറ്റ് വേ ഓൾസോ ബിക്കോസ് ഹീ ഈസ് ട്രൈങ് ടു റിലേറ്റ് അവർ ചെയ്തേക്കണ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ള ഒരു പരിപാടിയും പുള്ളി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പുള്ളിയുടെ പാട്ടിലെടുത്ത് കേട്ട് നോക്കി അറിയാം, വെറുതെ ഒരു റാപ്പ് സോങ് അല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു ബാസിയുടെ എലമെൻ്റ് ഒരു ഇതുണ്ടാവും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. ബട്ട് അഗെയിൻ വാട്ട് ഐ എം സെയിങ് ഇസ് അവർ ഇൻഡിവിജ്വൽ ആയിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. ഈസ് വെരി അപ്ഡേറ്റഡ്. സോ ഈ ഒരിക്കലും സുഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ജാഡ സോങ് എന്തുകൊണ്ട് ബാസി എന്ന് വെച്ചപ്പോ ബാസിയുടെ ജാഡ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ കുറിച്ചൊക്കെ അപ്പൊ ഈ സ്വന്തം സൗണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ ബാസിനെ കുറിച്ചിട്ട്, ബാസി പാടുന്നതിനെ കുറിച്ചിട്ടൊക്കെ? അല്ല, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ അന്ന് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ ബാസിയുടെ ഏറ്റവും വലിയ സംബന്ധിച്ച് ബാസിക്കൊരു ഈ പറഞ്ഞ സുഷിൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം സ്വാഗ് എന്ന് പറഞ്ഞ ഒരു സാധനം സ്ക്രീനിലും ഉണ്ട്, ഓഫ് സ്ക്രീനും ഉണ്ട്, ഓൺ സ്ക്രീനും ഉണ്ട്, പിന്നെ പാട്ടിലും ഉണ്ട്. അതാണ് ആ ജാട എന്നുള്ള പാട്ട് കറക്റ്റാണ്. അത് ബാസി അല്ലാതെ വേറൊരാൾ പാടിയാൽ മേ ബി അങ്ങനത്തെ ഒരു ഫീല് കിട്ടില്ല. അത് പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട്. അപ്പോൾ ആ സ്വാഗ് ആ വോയിസിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ സോങ്ങുകൾ ബാസിക്ക് വർക്ക് ആവുന്നത്. വേറെ എങ്ങനെ ആക്ടേഴ്സ് ഇപ്പൊ തമിഴിലും തെലുങ്കിലൊക്കെ പോകുമ്പോ എങ്ങനെയാ അവിടുത്തെ ആക്ടേഴ്സ് എങ്ങനെ മ്യൂസിക് അവര് കുറച്ചുകൂടെ പിക്കി ആയിരിക്കുമല്ലോ? കാരണം അവരായിരിക്കുന്ന സാഹചര്യത്തെയാണല്ലോ നമ്മൾ പാട്ടാക്കണം. അപ്പം അവർക്കും ആ ഒരു
പെർസ്പെക്റ്റീവ് ഉണ്ടോ മ്യൂസിക്കിനെ കുറിച്ച്? യാ അവർക്കും എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ ആക്ടേഴ്സിനും അവർക്ക് അവരുടെ ടേസ്റ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ബാസിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അവിടുത്തെ ആൾക്കാർ അവിടുത്തെ കൊമേഴ്ഷ്യൽ ആയിരിക്കാം, കമേഴ്ഷ്യൽ ആവാം. പിന്നെ ചിലവർ ഇന്റർനാഷണൽ ട്രാക്കുകൾ തന്നെ സജസ്റ്റ് ചെയ്യും, പക്ഷെ അതും കുറച്ചുകൂടി വേറെ കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരിക്കും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ കന്നഡയിലാണെങ്കിൽ കോമൽ കുമാർ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റെൻസീവ്ലി അത് സിംഗമിൻ്റെ റീമേക്ക് കെമ്പഗൌഡ 2 എന്ന് പറഞ്ഞൊരു പടം കന്നഡയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് തന്നെ ഒരു 10 മിനിറ്റോളം അടുത്തുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റൈൽസും മ്യൂസിക് കൊണ്ടുവന്നാലേ അത് ആൾക്കാരെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും ഇദ്ദേഹമായിട്ട് ഇരിക്കുമ്പോൾ പുള്ളിയുടെ സജഷൻസ് പറയും. പുള്ളി കുറച്ചുകൂടിയും രാജേഷ് സാറിൻ്റെ പഴയ കുറേ പെർക്കസീവ് ആയിട്ടുള്ള പീസുകൾ കേൾപ്പിക്കും. എന്നിട്ട് കേൾപ്പിച്ചിട്ട് എന്നോട് പറയും ഇതാണ് വേണ്ടത്, ബട്ട് ദിസ് വാസ് ഡൺ ഇൻ 1980 ഓർ ഈ പറഞ്ഞ പോലെ 90s. സോ ആ കാലഘട്ടത്തിലുള്ള സാധനം നിങ്ങൾ എങ്ങനെ 2000s 2020 കൊണ്ടുവരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് മൈ ചാലഞ്ച്. പക്ഷേ അപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ അന്ന് ഈ രാജ സാറും അല്ലെങ്കിൽ റഹ്മാൻ സാറും ഒക്കെ ചെയ്തേക്കണ പീസുകൾ കേൾപ്പിക്കുമ്പോൾ അതെങ്ങനെ ഈ കാലഘട്ടത്തിലോട്ട് കൊണ്ടുവരാം എന്നുള്ളത് എനിക്കൊരു ചാലഞ്ചാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു പുള്ളിയുടെ തോട്ട് പ്രോസസ്സ്. ഓരോ ആക്ടേഴ്സിനും ഓരോ ടേസ്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. സോ ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് ഐ ലിസൺ ടു ദം. വെദർ ടു അപ്ലൈ ഇറ്റ് ഓർ നോട്ട് ഇസ് മൈ എൻ്റെ ഒരു ഇതാണ്. ബട്ട് അഗൈൻ അത് നമുക്ക് ഗുണം ചെയ്യും പടത്തിന്. ഈ മ്യൂസിക് ഡയറക്ടർ പറയുമ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിന് പൊതുവേ മ്യൂസീഷ്യൻസിന് പൊതുവേ അവരുടെ ഒരു പേ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ സിനിമ കൺസേർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് എന്നാണല്ലോ കുറച്ചുകൂടെ ഒക്കെ സ്റ്റേബിൾ ഇൻകം എന്നൊക്കെ പറയാം. ശരിക്കും ഈ മ്യൂസീഷ്യൻസിന്റെ ഒരു പേ സ്കെയില് ശരിക്കും അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം? ഈ ഒരു ഇത്രയും വർഷമായല്ലോ, ശരിക്കും അതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യണേ? പേ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി വൈസ് ആണോ അതോ? ഇൻഡസ്ട്രി വൈസ് എന്ന് പറയുമ്പോൾ പേ സ്കെയിൽ എങ്ങനെ പോയാലും പുറത്തത്തെ ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ. കാരണം മലയാളം ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേ സ്കെയിൽ കൊടുക്കാവുന്ന ലെവലിലോട്ട് ഉയർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺസെപ്റ്റ് വൈസും ക്രിയേറ്റിവിറ്റി വൈസും വളരെ മേലെയാണ് മലയാളം, അത് വേറെ കഥ. ബട്ട് ഇതിൻ്റെ ഫിനാൻസസ് ഉണ്ടല്ലോ, ഫിനാൻസസിൽ എനിക്ക് തോന്നുന്നു തെലുഗു ഇൻഡസ്ട്രിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അങ്ങനെ. മലയാളത്തിൽ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറിന് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടാവും ടു മ്യൂസിക്, അങ്ങനെ ഉണ്ടോ ശരിക്കും? മലയാളം അങ്ങനെയാണോ വർക്ക് ചെയ്യുക? മലയാളത്തിൽ ഡെഫിനറ്റ്ലി ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത്ര ബഡ്ജറ്റ് ഉണ്ട് മ്യൂസിക്കിന്, അതിന് ഏത് മ്യൂസിക് ഡയറക്ടറെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോജക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സുഷിനെ അഫോർഡ് ചെയ്യാവുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ സുഷിനെ തന്നെ വെക്കും. അപ്പോൾ അല്ലെങ്കിൽ സുഷിനെ വേണം നിർബന്ധമുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ സുഷിനെ വെക്കും. അപ്പോൾ അതിനകത്ത് ബഡ്ജറ്റ് ഡിസ്കഷൻസ് ഒന്നുമില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇപ്പോൾ ജെയ്ക്സ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെയ്ക്സിനും ഇത് തന്നെ. അപ്പോൾ ജെയ്ക്സിനെ വേണ്ട പ്രോജക്റ്റ് ജെയ്ക്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കും. അതങ്ങനെ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. ബട്ട് അഗൈൻ അതൊക്കെ ആ ലെവലിലുള്ള പ്രോജക്ട്സിന് മാത്രമേ അങ്ങനത്തെ ഡിസ്കഷൻ വരുന്നുള്ളൂ. ഒരു മീഡിയം ലെവൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ബഡ്ജറ്റ് ബേസ്ഡ്. ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, ഇതിൽ ആരെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ. പിന്നെ ഇവിടെ പിന്നെ മലയാളത്തിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഉള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കംഫർട്ട് ലെവൽ ഭയങ്കര നോക്കി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് പ്രൊഫഷണൽ ലെവലല്ല. ചില ആൾക്കാരുണ്ട് പ്രൊഫഷണൽ ലെവലിൽ മാത്രം നോക്കിയത്. മേ ബി എല്ലാവരും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്ലി ആവണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പണ്ടത്തെ കമ്പോസേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഫ്രണ്ട്ലി ഒന്നുമല്ല. ദേവരാജ മാസ്റ്റർ മുതൽ ജോൺസൺ മാസ്റ്റർ ആണെങ്കിൽ അവരവരുടെ വർക്ക് ചെയ്യും, അവരെ ഡെലിവർ ചെയ്യും. പക്ഷെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുക, തമാശ പറയുക, അതിനൊന്നും ചിലപ്പോൾ അവരെ കിട്ടൂല. പക്ഷെ അന്നത്തെ ഡയറക്ടേഴ്സിന് വേണ്ടത് അതായിരുന്നു. അവരും അങ്ങനത്തെ വൈബായിരുന്നു. അവർക്കും കാര്യം നടന്നാൽ മതി. അവർക്ക് ക്രിയേറ്റിവിറ്റിയും ടാലൻറ്റും ആയിരുന്നു നമ്പർ 1. ഇന്നെന്ന് പറഞ്ഞാൽ അത് വേണം ക്രിയേറ്റീവ്. പക്ഷേ ഐ തിങ്ക് ഇവിടുത്തെ ഡയറക്ടേഴ്സ് കുറച്ചുകൂടി നോക്കുന്നത് കംഫർട്ട് ലെവലാണ്. കാരണം അവർ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ പുള്ളി ചെയ്തു തരാൻ ഓക്കെ ആണോ എന്നുള്ളതാണ് നോക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിക്കണേ. ബട്ട് ഇഫ് യു ഗോ ടു തെലുഗു അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത തെലുഗു പടം എൻ്റെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ എൻ്റെ ഫസ്റ്റ് പടമാണ്. ഞാൻ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മണിശർമ്മയാണ് എൻ്റെ സോങ്സ് ചെയ്തേക്കണേ. സോ മണിശർമ്മ സോങ്സ് ചെയ്ത പടത്തിൽ എന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വിളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് എന്നെ. സോ അവർ പ്രൊഫഷണലായിട്ട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ, പ്രവീണ പരച്ചൂരി എന്നാണ് എൻ്റെ ഡയറക്ടറിൻ്റെ പേര്, എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് വേണ്ടത് ഇതാണ്, നിങ്ങൾ ഈ ഒരു ചെറിയൊരു സാധനം ചെയ്ത് കാണിക്കൂ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സ്ഡ് ആണ്. പിന്നെ ദർ ഇസ് നോ ഡിസ്കഷൻ. ഫ്രണ്ട്ഷിപ്പൊക്കെ അത് കഴിഞ്ഞിട്ടാണ്, പ്രോജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. അല്ലാണ്ട് പ്രോജക്റ്റിനിടയിൽ വി ആർ ജസ്റ്റ് കൊളീഗ്സ് വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് സംതിങ് എന്നുള്ളത്. അപ്പോൾ അവർ ഭയങ്കര പ്രൊഫഷണലാണ്.
അവർക്ക് വേറെ ഫ്രണ്ട്ഷിപ്പും കാര്യമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് മലയാളി കമ്പോസർ ആണെങ്കിലും ആക്ടേഴ്സിനെ പുറത്തോട്ട് ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. യു സി പല ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് തെലുങ്ക് പടം ചെയ്യുന്നു. അതെന്താ, അവരെന്തിനാണ് ഇവിടെ നിന്ന് വിളിക്കണേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരെ കുറവല്ലേ. വളരെ കുറച്ച് മ്യൂസീഷ്യൻസിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെയും ഉണ്ട്, എന്നാലും കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ മലയാളത്തിൽ നിന്ന് ഒരുപാട് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ പല പല ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ടാലൻ്റ് അറിയാം, അവർക്ക് മലയാളികളുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് പിക്ക് ചെയ്യാം, അവരെ കൊണ്ടുപോകാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇൻഡസ്ട്രി അങ്ങനെ, അത് അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. അത് നല്ലൊരു തോട്ട് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ മലയാളികളുടെ തോട്ട് പ്രോസസ്സ് മോശമെന്നല്ല, അവരുടെ വേറെ തോട്ട് പ്രോസസ്സാണ്. ഈ മുന്നോട്ടുള്ള ജേർണിയിൽ ശരിക്കും ഈ ഫിലിംസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഇതുണ്ടോ? കാരണം ആഡ്സ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസ് അങ്ങനെ. പക്ഷെ ഫിലിംസ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ആളുകൾക്ക് വിസിബിലിറ്റി ഫാക്ടർ വരിക. ഇനി അങ്ങനത്തെ ഉദ്ദേശം തന്നെയാണോ? അല്ല, എനിക്കിപ്പോൾ ആദ്യം സിനിമയിലോട്ട് വന്നപ്പോൾ എനിക്ക് സിനിമ മാത്രം ചെയ്താൽ മതി എന്നുള്ളതായിരുന്നില്ല. സിംഗിൾ സോങ്സ് ചെയ്യണം എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ചിട്ട് സിനിമ മാത്രം മതി എന്നുള്ളൊരു തോട്ടിലോട്ട് വന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി മ്യൂസിക്കിനെ നമ്മൾ അങ്ങനെ കൺസ്ട്രെയിൻ ചെയ്ത് ഇടണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ് തന്നെയായിരുന്നു ശരി എന്നുള്ളതിലേക്ക് ഞാൻ തിരിച്ചിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് 2025 എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ ഒതുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല രീതിയിലും സോങ്സ് ചെയ്യണം. ഞാൻ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. റിലീസ് നടക്കും, ഈ കൊല്ലം നടക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോങ് എന്തുകൊണ്ടാണ് വേണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള നമുക്കൊരു ഐഡിയ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡിവിജ്വൽ സോങ്സും ഇൻഡി സോങ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ സിനിമ ചെയ്യണോണ്ടുള്ള ഗുണം ഒരിക്കലും ഇൻഡി സോങ്സിൽ കിട്ടണമെന്നില്ല. കാരണം സിനിമ കിട്ടുന്ന എക്സ്പോഷർ വൈഡാണ്, ഭയങ്കര വൈഡാണ്. കാരണം മാർക്കറ്റിംഗ് ഇസ് ഡൺ ത്രൂ ദ ഫിലിം. സോ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ആസാദി എന്നുള്ള പടത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഞാനൊരു ഇൻഡിവിജ്വൽ സോങ് ചെയ്ത് അത് ഹിറ്റ് ആവണം. അപ്പോൾ അത് ഒരുപാട് നല്ല പാട്ടുകൾ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹിറ്റ് എന്ന് പറയുന്ന പാട്ടുകൾ ആൾക്കാർ കേട്ടതുകൊണ്ടാണ് ഹിറ്റായെന്നുള്ളതാണ്. കേൾക്കാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് പാട്ടുകൾ കേൾപ്പിക്കുക, അവർ ചെയ്തേക്കണ പാട്ട് കേൾപ്പിക്കുക. ഞാൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സോങ്സാണ്, ആരും കേട്ടിട്ടില്ല, അവർ ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സോങ്ങുകളുണ്ട്. അപ്പോൾ ഇന്നെന്താ ഗുണമെന്ന് വെച്ചാൽ ഇന്ന് അതിനുള്ള സ്പേസ് കുറച്ചുകൂടി കൂടുതലാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്പോട്ടിഫൈ മുതൽ നമുക്ക് വേണമെങ്കിൽ സ്പോട്ടിഫൈയിൽ നമുക്ക് സ്വന്തം സോങ് റിലീസ് ചെയ്യാം. ആരോട് ഒരു മ്യൂസിക് കമ്പനിയുടെ യൂട്യൂബ് റിലീസ് ചെയ്യാം. എല്ലാത്തിനും ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ആ റവന്യൂ നമ്മുടെ അടുത്തേക്ക് ഡയറക്റ്റ്ലി കൊണ്ടുവരുന്ന പബ്ലിഷേഴ്സ് ഉണ്ട് ഓൺലൈനിൽ. പബ്ലിഷേഴ്സ് വഴി നമുക്ക് ഡയറക്റ്റ്ലി സോങ്സ് റിലീസ് ചെയ്യാം. വൈ ഡു യു നീഡ് സംബഡി എൽസ് എന്നുള്ള ഇതാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് നമുക്കൊരു ഓഡിയോ കമ്പനി ഉണ്ടെങ്കിൽ സോങ്സ് റിലീസ് ചെയ്യാൻ ഇപ്പോഴത്തെ പല ഡയറക്ടേഴ്സും പറയുന്നത് അവരുടെ ഓഡിയോ റിലീസ് ചെയ്യാൻ വേണ്ടി ഓഫീസ് കയറി ഇറങ്ങി. അതെ. അപ്പോൾ ഇന്ന് സിനിമയിലൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾക്കൊക്കെ സ്വന്തം ഓഡിയോ കമ്പനി പോലെ ഉണ്ട്. അപ്പോൾ അവർ റിലീസ് ചെയ്യണതെല്ലാം മിക്കത് അവരുടെ കമ്പനിയിലാണ്. അവർക്ക് പിന്നെ ഓഡിയോ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇപ്പോൾ ഞാൻ ഒരു സോങ് ചെയ്തിട്ട് എനിക്ക് സോണിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വലിയൊരു ലേബലിൻ്റെ അടുത്തോ ചെന്നിട്ട് പിച്ച് ചെയ്യുമ്പോൾ അവരെൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വരുണുണ്ണി, ഹൂസ് വരുണുണ്ണി. അപ്പോൾ അവർ നമുക്കത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നമുക്കത്. പക്ഷേ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് ഐ ക്യാൻ റിലീസ് ഇറ്റ് ഡയറക്ട്ലി ആൻഡ് മാർക്കറ്റ് ത്രൂ യൂട്യൂബ് ആൻഡ് സ്പോട്ടിഫൈ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാരുടെ അടുത്തേക്ക് എത്തും, 100% എത്തും. പക്ഷെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പല ആൾക്കാരും ഇത് മടിച്ചു നിൽക്കും എന്നുള്ള, ഇൻക്ലൂഡിങ് ഞാനും ഭയങ്കര ചെയ്തു വെച്ച ഒരുപാട് പാട്ടുകളുണ്ട്. അതിങ്ങനെ വെറുതെ പെട്ടിയിലാക്കി വെക്കാന്നേ ഉള്ളൂ. പുറത്തോട്ട് ഇറങ്ങിയാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അത് വേണം, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. സോ ഡെഫിനറ്റ്ലി ഫിലിംസിൻ്റെ കൂടെ തന്നെ ഇൻഡി മ്യൂസിക്കും നമ്മൾ പെർസ്യൂ ചെയ്യും. അതാണ് എൻ്റെ ഒരു വിഷൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മ്യൂസിക്കുകൾ തന്നിട്ടുണ്ട്, ഇനിയും അത്തരത്തിലുള്ള മ്യൂസിക്കുകൾ തരാൻ സാധിക്കട്ടെ. അപ്പോൾ ബിഫോർ ഞങ്ങൾ പാതയോരങ്ങൾ ഒരു 2 ലൈൻസ് പാടിത്തരാം. ഓക്കെ. Sure. Okay. Anyways, thank you for calling me and thank you to the audience. Please do watch Azadi in theaters near you. Okay. കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കനാം, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ.
കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് കൂട്ടരെ, കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് കൂട്ടരെ, വിശന്നിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് മക്കളെ, വിശന്നിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് മക്കളെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.